ഒരു ചെറിയ സുലഭ അങ്ങനെ എൻ്റെ തയ്യാറെടുപ്പുകൾക്കൊക്കെ ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗും അതുപോലെ തന്നെ ഒരു ഡയപ്പർ ബാഗും ഉണ്ട്. പിന്നെ ഉള്ളതൊരു പെട്ടിയാണ് കേട്ടോ. ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അത്രയും സാധനം ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞിനെ അച്ഛൻ പിടിച്ചോളും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, ഒരു 20-25 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു. എനിക്കൊരു തിരുവല്ലക്കാരി ആയതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതാണ്. നമുക്ക് ട്രെയിനിൽ പോകണമെങ്കിലും ബസ്സിൽ പോകണമെങ്കിലും എങ്ങനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ഞങ്ങളുടെ ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അവിടെ പോയിരുന്ന് ട്രെയിനിൽ കയറി. ഞാനും ജാനിയും കൂടെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ആൻഡ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്ലീപ്പറിൽ. ഞാൻ ഇതുവരെ സ്ലീപ്പറിൽ കയറിയിട്ടില്ല. ഒരു 2017-18 ആ ഒരു ടൈമിൽ ഞാൻ കണ്ടിന്യൂസ് ഡെയിലി ട്രെയിനിൽ പോയി വന്നുകൊണ്ടിരുന്ന ആളാണ്. സ്റ്റിൽ ഞാൻ സ്ലീപ്പറിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ എറണാകുളത്ത് നിന്ന് ജാനിക്കുട്ടിയുടെ അച്ഛനും കൂടെ കയറിയതോടുകൂടി ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയി. ഞങ്ങളെല്ലാവരും കൂടി, ഫാമിലി കംപ്ലീറ്റ് ആയില്ല കേട്ടോ, എന്നാലും ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ബാംഗ്ലൂരിലെത്തി. നമ്മൾ റൂമിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് കല്യാണ വീട്ടിലേക്ക് പോകലാണ് ആദ്യത്തെ പ്ലാൻ. അപ്പോൾ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ മേളിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പോയി കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് പോഹയും പൂരിയും ചോല ഭട്ടൂരയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ചായയും കാപ്പിയും ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു വാട്ടർമെലൺ ജ്യൂസും കുടിച്ചു. അതിനും ശേഷം നേരെ നമ്മൾ തിരിച്ച് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി. ഇനി നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം. ട്രെയിനിലെ യാത്ര, എസ്പെഷ്യലി ഉറക്കം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാനും ജാനിയും കൂടെ ഒരു ചെറിയ സീറ്റിലാണ് കിടന്നുറങ്ങിയിരുന്നത്. അത് കാരണം ജാനി മാറി കിടക്കാനും ഒട്ടും കംഫർട്ടബിൾ അല്ലല്ലോ, വേറെ ആരുടെ കൂടെ കിടക്കാനും കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞെരിങ്ങിയൊക്കെയാണ് കിടന്നത്. അപ്പോൾ എന്തായാലും അവിടെ എത്തി. നമ്മൾ മെഹന്തിയൊക്കെ ഇട്ടു. മെഹന്തി ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഇനി മുഴുവൻ വെജിറ്റേറിയൻ ഫുഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരെണ്ണം കൂടെ ഉള്ളായിരുന്നു നോൺ വെജ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മെഹന്തിയൊക്കെ ഇട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ചെറിയ കടകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അതിനും ശേഷം പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് തിരിച്ച് റൂമിലെത്തി. രാത്രി ആയപ്പോഴാണ് നമ്മൾ ഫുഡിനെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു 10:30 ആയപ്പോഴാണ് നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നത്. ഫുഡ് നമ്മൾ അപ്പോഴാണ് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവരോട് വിളിച്ച് പറഞ്ഞത് ഫുഡിൻ്റെ കാര്യം. അങ്ങനെ പനീറും പറാത്തയും അതുപോലെ തന്നെ ഓംലെറ്റും ഗീ റൈസും അങ്ങനെ എല്ലാം വന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിനി ഒരുങ്ങാൻ പോവുകയാണ്. നല്ല വൃത്തിക്ക് സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി പോകണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു എൻഗേജ്മെൻറ്റ് പോലെയുണ്ട്. അത് മാത്രമാണ് ഫസ്റ്റ് ഡേയിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി വെൽക്കം പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ടീമിനെ മൊത്തത്തിൽ അവർ വെൽക്കം ചെയ്യും. ശരിക്കും ഈ ഒരു അയ്യർ വെഡ്ഡിങ് ഒക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് മെയിൻ. അങ്ങനെ ഞങ്ങൾ ഒരു 8 മണി ആയപ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളെ അവർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ചെണ്ടമേളവും കൊട്ടും അതും ഇതുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ റെഡി ആയതിന് ശേഷമാണ് ജാനിക്കുട്ടപ്പനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ലുക്കെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഹാളിലെത്തി. എല്ലാവരും എത്തി. നമ്മളിനി അടുത്തത് എന്ത് എന്നറിയാത്തത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മുടെ ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ അടുത്തതായിരിക്കും ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇത് നമുക്ക് അങ്ങനെ ഒരു ഐഡിയയേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടാലും സർപ്രൈസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്ന സമയത്താണ് അവർ നമുക്ക് വേണ്ടിയിട്ട് മാലയൊക്കെ കൊണ്ട് വരുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളങ്ങ് ഞെട്ടിത്തരിച്ച് പോയിട്ടു. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫാമിലിയിലുള്ള എല്ലാവരെയും നമ്മുടെ ജാനിക്കുട്ടിയെ വരെ മാലയൊക്കെ ഇടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ പൂക്കൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണെന്ന് എനിക്ക് തലയിൽ പൂജ കുടിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി. നമ്മുടെ തലയിൽ എപ്പോഴും മാറി ഒരു പൂ കൊടുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തലയിൽ പൂന്ന് ചെറുതായിട്ടൊന്നും വാടി തുടങ്ങിയാൽ അപ്പോഴത്തേക്കും അവർ അടുത്ത സെറ്റ് പൂവായിട്ട് വരും. അതുപോലെ തന്നെ സിന്ദൂരം, ചന്ദനം, കൽക്കണ്ടം എന്ന് വേണ്ട ഈ വക സാധനങ്ങളെല്ലാം വീണ്ടും നമ്മുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വെൽക്കമിങ് പാർട്ടി ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭയങ്കര ചിരിയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ടായതുകൊണ്ടാണ്, അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ ഒരു സിസ്റ്റത്തിന് ഒന്നും നമ്മൾ കളിയാക്കുന്നൊന്നുമല്ല. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ പുറത്ത് കാണിക്കണം എന്നറിയാത്തത് കൊണ്ട് അത് ചിരിയായിട്ട് അങ്ങ് പുറത്ത് വരികയാണ്. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ കേട്ടോ. ചെക്കന് ഇച്ചിരി വലിയ മാല, ഞങ്ങൾക്കൊക്കെ ചെറിയ മാല. എന്തായാലും മാല ഇട്ട സ്ഥിതിക്ക് അച്ഛനും അമ്മയും ഒന്നുകൂടെ കല്യാണം കഴിച്ച ഒരു പോസ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഈ പോസ് വന്നത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടുത്തെ
എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയും നമുക്കൊരു സ്വീറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ സ്വീറ്റ് കുമ്പളങ്ങയുടെ സ്വീറ്റാണ്. അത് വേഫറിലാണ് തരുന്നത്. അപ്പോൾ വേഫറും കഴിക്കാം. പിന്നെ ഉപ്പുമാവും ചമ്മന്തിയും, അതുപോലെ തന്നെ മിനി ഇഡ്ലീസ് ആൻഡ് സാമ്പാർ, പിന്നെ ആസ് യൂഷ്വലി ഇഷ്ടം പോലെ കാപ്പി. പിന്നെന്താ കാപ്പി, പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു നാരങ്ങ ഒക്കെ ഇട്ട് ഒരു വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്തുകൊണ്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനും ഞാൻ മറന്നുപോയെന്ന് ഇപ്പം ഞാനിത് കാണുമ്പോഴാണ് ഓർക്കുന്നത്. അങ്ങനെ മിനി ഇഡ്ലീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇഡ്ഡലി ഡിപ്പ് ചെയ്ത് സാമ്പാർ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ കുറേ സമയം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് ഇതൊക്കെ ഞാൻ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം ഞാൻ ഓഡിയോ എടുക്കാൻ നേരത്താണ് കാണുന്നത്. പക്ഷേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഞാൻ എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ കാണുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ഫോട്ടോ ആണ്, അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും കേട്ടോ. അപ്പോൾ അതൊക്കെ സ്റ്റേജിൽ വെച്ച് നമ്മുടെ ഇവിടുത്തെ ഫങ്ഷൻസിനൊന്നും നമ്മളങ്ങനെ വെക്കാറില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എന്തോ അമ്മ ഇവിടെ ജാനിക്കുട്ടി ഇതിൻ്റെ കൂട്ടത്തിലിരുന്ന് കഥ പറയണം കേട്ടോ. ആളെ കൂടെ നമ്മൾ എൻ്റർടൈൻ ചെയ്യണമല്ലോ. ജാനിക്കുട്ടി ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയായിരുന്നു. കാരണം മറ്റേ ഡ്രസ്സിൽ ആൾ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിശ്ചയത്തിന് ചടങ്ങുകളൊക്കെ തുടങ്ങി. വീട്ടിലെ എല്ലാവരുടെയും പെർമിഷൻ ചോദിച്ച് പയ്യനും പെണ്ണും ഒക്കെ സ്റ്റേജിലേക്ക് കയറുകയാണ്. നമുക്കിത് മൊത്തത്തിൽ പുതുമയാണ് കേട്ടോ. എനിക്കിതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഇവർ എന്തൊക്കെയോ ഫങ്ഷൻസ് ഉണ്ട്. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻഗേജ്മെൻ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ സ്റ്റേജിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ജാനിക്കുട്ടി ഇവിടെ താഴെ എൻജോയ് ചെയ്യാണ്. മുട്ടയിലഴഞ്ഞൊക്കെ അങ്ങ് ഓടിച്ചാടി അങ്ങ് നടക്കുവാണ്. നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾ പിന്നെ കരയാനും ഒക്കെ നിൽക്കും. അപ്പോൾ പിന്നെ നമ്മൾ പിടിക്കേണ്ട, ആളുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വിട്ടേക്കുവാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അവിടെ ജ്യൂസ് കുടിക്കാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. പിന്നെ എല്ലാവരും ഇത് കണ്ടു, നമ്മുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫാമിലീസ് മാത്രമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാവരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അറിയാത്തവരാരും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. എൻഗേജ്മെൻറ്റും കല്യാണവും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇതിനൊരു റിസപ്ഷൻ ഉണ്ട്. അത് ഇതേ ദിവസം തന്നെ വൈകിട്ടാണ്. അത് ഞാനൊരു വേറെ ബ്ലോഗായിട്ട് തന്നെ ഇടാം. അപ്പോൾ ഇത് കണ്ടോ, സ്റ്റേജിൽ ഇങ്ങനെ പൂജ ഹോമമൊക്കെ നടക്കുമല്ലോ, ആ പരിപാടിയാണ് ജാനിക്കുട്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അതിശയം തോന്നി. ആളിതൊക്കെ കണ്ട് ശ്രദ്ധിച്ച് അവിടെ കിടത്ത് കുറച്ച് പൂവൊക്കെ എടുത്ത് ഹോമം പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പൻ എന്ന് തന്നെ പറയാം. അവിടെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പൻ, ആൾ ബ്രാഹ്മണാണെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ജാനിക്കുട്ടനെ. അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. നമുക്ക് പുതിയ ഒരുപാട് എക്സ്പീരിയൻസ് കാണുമ്പോഴാണല്ലോ നമുക്കും എന്താ പറയുക സന്തോഷവും ഇതും ഒക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കമ്മലൊക്കെ അങ്ങ് ഊരി വെച്ചു. എൻ്റെ ചെവിയൊക്കെ നല്ല വൃത്തിക്ക് നോവുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി ലഞ്ച് കഴിക്കലാണ് കേട്ടോ. എൻഗേജ്മെൻറ്റ് പരിപാടികൾ കഴിഞ്ഞു. ഇനി പെണ്ണ് പോയിട്ട് ചെറുക്കൻ്റെ ഫാമിലി കൊടുക്കുന്ന സാരി ഉടുത്തുകൊണ്ട് വരണം. അതാണ് ഇനിയുള്ള ടാസ്ക്. അപ്പോൾ ഇനിയുള്ള അടുത്ത ചടങ്ങ്. അപ്പോൾ അവർ സാരി ഇനി മാറി ഉടുത്തോണ്ട് വരുന്നവരെ നമ്മളും ഫ്രീ ആണ്. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവർ സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ നടന്ന് നമുക്ക് എന്താണെന്ന് പോലും അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പരിപാടികളും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഹോൾ ഫാമിലിക്കുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഈ സംഭവം, ഇതിങ്ങനെ ആയിരിക്കുമല്ലേ, അതങ്ങനെ ആയിരിക്കുമല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഉള്ള എല്ലാവരും അതിൻ്റെ കാര്യത്തിൽ നല്ല ബിസിയാണ്. അതായത് നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റുന്നവരൊക്കെ നല്ല ബിസിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പറ്റിയിട്ട് നമുക്കറിയാവുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. ഇനി നമുക്ക് നേരെ പോയിട്ട് ലഞ്ച് കഴിക്കണം. ലഞ്ചിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു ഗ്രാൻഡ് ലഞ്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഐറ്റംസ്. ഞാനൊന്ന് ഓടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.